നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം. കളരിപ്പയറ്റിൻ്റെ ടെർമിനോളജി ആയിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ കൊപ്പര പൂട്ടുകളെക്കുറിച്ചായിരുന്നു. അപ്പോൾ കൊപ്പര എന്ന വാക്കിൻ്റെ ഒറിജിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു ആദ്യത്തെ വീഡിയോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കലൂരിക എന്ന വാക്കിനെ കുറിച്ചാണ്. ഇന്ന് പൊതുവെ കളരി എന്ന വാക്കിൻ്റെ ഒറിജിനായിട്ട് രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്, കളരി എന്ന തമിഴ് വാക്കിൽ നിന്നാണ് കളരി ഉണ്ടായതെന്നും, രണ്ടാമത്തത് കലൂരിക എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് കളരി വന്നതെന്നും ഉള്ള രണ്ട് വാദങ്ങളാണ്. ഈ കലൂരിക എന്ന വാക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഇച്ചിരി പ്രചാരം കൂടിക്കൊണ്ടുവരുന്നതായിട്ട്. ഇപ്പോൾ കലൂരിക എന്ന പേരിൽ കളരികളുണ്ട്, കലൂരിക എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുകളുണ്ട്, കലൂരിക എന്ന പേരൊക്കെ വെച്ച് കളരിപ്പയറ്റ് മത്സരങ്ങൾ നടത്താറുണ്ട്. പിന്നെ ഓരോ കളരികളുടെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഓരോ ആർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഇങ്ങനെ കളരിപ്പയറ്റുമായിട്ട് വരുന്ന TV പ്രോഗ്രാമുകൾ. അപ്പോൾ ഇതിലെല്ലാം തന്നെ പല ഗുരുക്കന്മാരും അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഴ്സും കലൂരികയാണ് കളരിയുടെ ഒറിജിൻ എന്ന രീതിയിൽ അതിനെ വളരെ പ്രചാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു തിയറി, അതായത് കലൂരികയാണ് കളരി എന്ന വാക്കിൻ്റെ ഒറിജിൻ എന്നുള്ളൊരു തിയറി ആര് കൊണ്ടുവന്നെന്നോ, അല്ലെങ്കിൽ അത് എന്തിനെ ബേസ് ചെയ്താണ് അങ്ങനെ ഉള്ളതെന്നോ ഒന്നും തന്നെ ആരും അന്വേഷിക്കുന്നുമില്ല. പലർക്കും അറിയണമെന്ന് പോലുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കളരിപ്പയറ്റിനെ കുറിച്ച് അക്കാഡമിക്കായിട്ട് എഴുതിയിട്ടുള്ള ബുക്കുകളൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ അക്കാഡമിക് ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതുന്ന ഓരോ കാര്യങ്ങളും അത് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ ആര് പറഞ്ഞു, എന്ന് പറഞ്ഞു, ഏത് പേജിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെഫറൻസ് കൊടുത്തിട്ടുള്ള ബുക്കുകളാണ് അക്കാഡമിക് ബുക്കുകൾ. ഇപ്പോൾ കളരിപ്പയറ്റിൽ വളരെ കുറച്ച് ബുക്കുകൾ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഒന്ന്, പ്രൊഫസർ ഫിലിപ്പ് സറീലിയുടെ വെൻ ബോഡി ബിക്കംസ് ഓൾ ഐസ്, പിന്നെ ശ്രീ വിജയകുമാറിൻ്റെ കളരിപ്പയറ്റ് കേരളത്തിൻ്റെ ശക്തിയും സൗന്ദര്യം, ഇങ്ങനെയുള്ള കുറച്ച് ബുക്കുകൾ മാത്രമേ ഒരു അക്കാഡമിക് രീതി എഴുതിയിട്ടുള്ളൂ. ബാക്കി ഉള്ള ബുക്കുകളെല്ലാം തന്നെ ഇപ്പം EP വാസുദേവഗുരുക്കളുടെ കളരിപ്പയറ്റിനെ കുറിച്ചുള്ള ബുക്കോ, അല്ലെങ്കിൽ ചിറക്കൽ ശ്രീധരൻ നായരുടെ അദ്ദേഹത്തിൻ്റെ ബുക്കോ, ഇതൊന്നും തന്നെ ഒരു അക്കാഡമിക് ബുക്കായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഇതിലെല്ലാം തന്നെ കൂടുതൽ ടെക്നിക്കൽ ബുക്കുകളാണ്. കളരിപ്പയറ്റിൻ്റെ വായ്ത്താരികളുടെ എക്സ്പ്ലനേഷനും, കളരിയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ അതിൻ്റെ പരിശീലന രീതിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒപ്പീനിയനിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ള ബുക്കുകളാണ്. അപ്പോൾ ഇതിൽ ചില ബുക്കിലൊക്കെ ചെറിയ റെഫറൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു പ്രോപ്പർ ഒരു അക്കാഡമിക് ബുക്കായിട്ട് ഇതൊന്നും തന്നെ കൂട്ടാൻ പറ്റത്തില്ല. ഈ അക്കാഡമിക് ആയിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ബുക്കിൽ തന്നെയും ഇങ്ങനെ കളരിപ്പയറ്റിൻ്റെ, കളരി എന്ന വാക്കിൻ്റെ ഒറിജിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കലൂരിക എന്ന വാക്ക് ആണ് കളരിയുടെ ഒറിജിൻ എന്നുള്ള വാദവും അത് തള്ളിപ്പോയ കാര്യവും എല്ലാം തന്നെ ഈ ബുക്കിലെല്ലാം കൊടുത്തിട്ടുണ്ട്. കലൂരിക എന്ന സംസ്കൃത വാക്കാണ് കളരിയുടെ ഒറിജിൻ എന്ന വാദം ആര് കൊണ്ടുവന്നുവെന്നും അതെങ്ങനെ തള്ളിപ്പോയത് എന്നുമൊക്കെയുള്ള ഒരു അന്വേഷണമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1947 ആന്ത്രോപോളജിസ്റ്റായ ശ്രീ MT രാഘവൻ കലൂരിക എന്ന സംസ്കൃത വാക്കാണ് കളരി എന്ന വാക്കിൻ്റെ ഒറിജിൻ എന്ന തിയറിയുമായി മുന്നോട്ട് വന്നത്. തലശ്ശേരിയിൽ ജനിച്ച ശ്രീ MT രാഘവൻ ബ്രണ്ണൻ കോളേജിലും മംഗലാപുരത്തുള്ള അലോഷ്യ കോളേജിലൊക്കെ പഠനത്തിന് ശേഷം ചെന്നൈയിലെ എഗ്മോർ മ്യൂസിയത്തിൽ ക്യൂറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നരവംശാസ്ത്രം, അതായത് ആന്ത്രോപോളജി പഠിക്കാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചത്. പഠനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. ഇവിടെയുള്ള ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ പറ്റിയൊക്കെ അദ്ദേഹം പഠിക്കുകയുണ്ടായി, വയനാട്ടിലും മറ്റും. പിന്നീട് അദ്ദേഹം സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിലേക്ക് പോയി അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എത്നോളജിസ്റ്റ് എന്ന ഒരു പൊസിഷൻ സ്വീകരിക്കുകയും അവിടെയുള്ള കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ പറ്റിയൊക്കെ പഠിക്കുകയും മറ്റും ചെയ്ത് അതിനെപ്പറ്റി കുറേ ആർട്ടിക്കിൾസും ബുക്കുകളൊക്കെ അദ്ദേഹം രചിക്കുകയുണ്ടായി. അദ്ദേഹം കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട പല ആർട്ടിക്കിളും അദ്ദേഹം രചിക്കുകയുണ്ടായി. അതായത് ഇന്ത്യൻ ആൻറ്റിക്വിറ്റി, മാൻ ഇൻ ഇന്ത്യ എന്നിങ്ങനെയുള്ള ചില ഹിസ്റ്ററി, ആന്ത്രോപോളജി റിലേറ്റഡ് ആയിട്ടുള്ള മാഗസീൻസിലൊക്കെ അദ്ദേഹം വടക്കൻ പാട്ടുകളെക്കുറിച്ചും അല്ലെങ്കിൽ കളരി ട്രഡീഷനെക്കുറിച്ചുമൊക്കെ ഓരോ ആർട്ടിക്കിൾസൊക്കെ എഴുതിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഇന്ത്യ ഇൻ സിലോണീസ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞത്. ഇതിൽ 1-2 ചാപ്റ്റർ ശരിക്കും കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ ശ്രീലങ്കയിലെ അംഗം പോര് ട്രഡീഷനും കളരിപ്പയറ്റുമായിട്ടുള്ള ബന്ധവും, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു മാർഷൽ ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ശ്രീലങ്കയും ഇന്ത്യയുമായിട്ടുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം 1-2 ചാപ്റ്ററിൽ നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. ശ്രീ MT രാഘവൻ ആന്ത്രോപോളജിസ്റ്റ് എന്ന നിലയിലൊക്കെ വളരെ പ്രസിദ്ധനായ ഒരു അതോറിറ്റേറ്റീവായിട്ടുള്ളൊരു ഫിഗറാണ്.
പക്ഷെ അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എത്നിക് ഗ്രൂപ്പുകളെ പറ്റി അല്ലെങ്കിൽ ഓരോ ട്രൈബൽ ഗ്രൂപ്പുകളെ പറ്റിയും അങ്ങനെയൊക്കെ അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വെച്ചൊരു തിയറിയാണ്. അപ്പോൾ അങ്ങനെ പലരും ഇപ്പം പലപ്പോഴും നമ്മുടെ സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഏരിയയിലും ആൾക്കാർ ചിലപ്പോൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ കലൂരിക എന്ന വാക്ക് ഡെഫിനറ്റ്ലി സംസ്കൃത വാക്കാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം അത് മുന്നോട്ട് വെച്ചതായിരിക്കാം. പക്ഷെ അദ്ദേഹം ഒരു സംസ്കൃതത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. അദ്ദേഹം 12ാം നൂറ്റാണ്ടിൽ ആചാര്യ ഹേമചന്ദ്രൻ എന്നൊരു ജൈന ആചാര്യൻ രചിച്ച അഭിധാന ചിന്താമണി എന്ന ഒരു സംസ്കൃത കോശത്തിലാണ് ആദ്യമായിട്ട് കലൂരിക എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 12ാം നൂറ്റാണ്ടിൽ തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു വാക്കാണ് കലൂരിക എന്നത്. കളരി എന്ന വാക്കിൻ്റെ ഒറിജിനെക്കുറിച്ചുള്ള മറ്റേ ശക്തമായ വാദം എന്ന് പറഞ്ഞാൽ അതൊരു തമിഴ് വാക്കെന്നുള്ളതാണ്. അത് സംഘകാല കൃതികളിലെല്ലാം പലയിടത്തായിട്ട് കളരി എന്ന വാക്ക് യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എവിടെ ഏത് പോയത്തിലാണ് ഏത് ലൈനിലാണെന്നുള്ളതൊക്കെ ഇങ്ങനെയുള്ള അക്കാഡമിക് ബുക്കുകളിലൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളവർ അത് പരിശോധിക്കുക. അപ്പം ഈ ഒരു കൃതികളെല്ലാം തന്നെ നമ്മൾ ഒരു രചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 BC-ക്കും 500 AD-ക്കും ഇടയ്ക്കാണെന്നാണ് പൊതുവേ ഹിസ്റ്റോറിയൻസ് പറയുന്നത്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് പറയുന്നത്. അതേസമയം പല തമിഴ് ദേശീയ ഹിസ്റ്റോറിയൻസ് എല്ലാം തന്നെ അവരെല്ലാം 5000-3000 വർഷമൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് സേഫായിട്ട് ഒരു 1-ാം നൂറ്റാണ്ടൊക്കെ വരെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ 12ാം നൂറ്റാണ്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ കലൂരിക എന്ന സംസ്കൃത വാക്കിനേക്കാളും എന്തുകൊണ്ടും പുരാതനമായത് തമിഴിലെ കളരി തന്നെയാണ്. MD രാഘവൻ്റെ വാദം തള്ളിപ്പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഇതിനേക്കാളും രസമുള്ളതാണ്. അതായത് അദ്ദേഹം അത് 47 പറഞ്ഞതിന് ശേഷം ഉണ്ടായ കുറേ സ്റ്റഡീസ്, അതായത് സംസ്കൃത ഭാഷയിലും ദ്രാവിഡ ഭാഷകളിലും എല്ലാം ഉണ്ടായ കുറേ സ്റ്റഡീസിൻ്റെ റിസൾട്ടായിട്ടാണ് അത് തള്ളിപ്പോയത് പ്രധാനമായിട്ടും. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് പങ്കുവഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത പ്രൊഫസറായ തോമസ് ബറോയും അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ PS സുബ്രഹ്മണ്യ ശാസ്ത്രികളൊക്കെയാണ്. ഇവർ നടത്തിയ പല കണ്ടെത്തലുകളാണ് ഈ തിയറി പൂർണ്ണമായിട്ടും തള്ളിപ്പോയത്. സംസ്കൃത വാക്കായ കലൂരിക തന്നെ ദ്രാവിഡ ഭാഷയിൽ നിന്ന് സംസ്കൃതം അങ്ങോട്ട് ഉൾക്കൊണ്ടതാണെന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. അപ്പം ഇവരാരും തന്നെ മാർഷൽ ആർട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശീയവാദമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല. ഇവരൊക്കെ സംസ്കൃതത്തിലും മറ്റ് ദ്രാവിഡ ഭാഷകളിലും ഒക്കെയുള്ള എക്സ്പേർട്ടുകളാണ്. അപ്പോൾ ഇവരുടെ കണ്ടെത്തലുകളെ ബേസ് ചെയ്താണ് MD രാഘവൻ്റെ ഈ തിയറി തള്ളിപ്പോയത്. ശ്രീ തോമസ് ബറോ ഇദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതവും മറ്റ് ഇൻഡോ ആര്യൻ ഭാഷകൾ, അതായത് മറ്റ് പ്രാകൃത ഭാഷകളെ കരോഷ്ടി മുതലായ ഇങ്ങനെയുള്ള ഭാഷകളിലേക്ക് പല ട്രാൻസ്ലേഷൻ വർക്കുകളും അതിൻ്റെ ഓരോ വാക്കുകളുടെ ഒറിജിനെ പറ്റിയുള്ള അങ്ങനെയുള്ള സ്റ്റഡികളും മറ്റുമൊക്കെയാണ്. അദ്ദേഹം ഇൻഡോ ആര്യൻ ഭാഷകളുടെ ഒപ്പം തന്നെ ദ്രാവിഡ ഭാഷകളും സ്റ്റഡി ചെയ്തു. അപ്പം ശ്രീ സുബ്രഹ്മണ്യ ശാസ്ത്രികൾ അതുപോലെ തന്നെ സംസ്കൃതത്തിലെ പാണ്ഡിത്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തമിഴിലും ഒക്കെ വളരെ പാണ്ഡിത്യമുള്ള വ്യക്തികളായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയും കൊളാബറേറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. ഈ തോമസ് ബറോയുടെയൊക്കെ ഒരു മെയിൻ ഒരു കോൺട്രിബ്യൂഷനാണ് ദ്രവീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി, പിന്നെ ഈ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലുള്ള ദ്രവീഡിയൻ ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെയുള്ള കുറേ സ്റ്റഡീസൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ കൊളാബറേറ്റീവായിട്ട് പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ദ്രവീഡിയൻ ലാംഗ്വേജുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ സാധാരണ ദ്രാവിഡ ഭാഷകളിലും മറ്റും സംസ്കൃത വാക്കുകളുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയും അതിൻ്റെ കണ്ടന്റിനെ പറ്റിയൊക്കെയാണ് സാധാരണ പറയുന്നത്. അപ്പം സംസ്കൃതത്തിലും ഈ ഇൻഡോ ആര്യൻ ഒറിജിൻ അല്ലാത്ത കുറേ വാക്കുകളും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസ്കൃതം സംസ്കരിച്ചെടുത്ത ആ ഒരു പ്രോസസ്സിൽ അപ്പം അന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന ദ്രാവിഡ ഭാഷകളും, അതായത് ഉത്തരേന്ത്യയിലും പണ്ട് ദ്രാവിഡ ഭാഷകളുണ്ടായിരുന്നു. ഇന്നും ചില പോക്കറ്റുകളിൽ ഇന്നും ദ്രാവിഡ ഭാഷകൾ പ്രചാരത്തിലുണ്ട്. സംസ്കൃത ഭാഷയുടെ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ, അതായത് ഇൻഡോ ആര്യൻ ഭാഷകൾ പ്രാകൃത ഭാഷകളിൽ നിന്നല്ലാത്ത ചില സോഴ്സുകളിൽ നിന്നും സംസ്കൃതം ചില വാക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ലോങ് പ്രോസസ്സിൽ അപ്പം അങ്ങനെ സ്വീകരിച്ച ദ്രാവിഡ ഭാഷകളിലെ കുറേ വാക്കുകൾ ഈ തോമസ് ബറോയും സുബ്രഹ്മണ്യ ശാസ്ത്രികളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടെത്തി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ലിസ്റ്റ് ചെയ്ത വാക്കുകളിൽ ഒന്നാണ് ഈ കലൂരിക എന്ന വാക്കിൻ്റെ കല എന്ന റൂട്ട്. അപ്പോൾ കേരളം ഉൾപ്പെട്ട ഒരു തമിഴക സംസ്കാരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളരി എന്ന വാക്കിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് പോയ ഒരു വാക്കിനെ നമ്മൾ ഇന്ന് പറയുകയാണ് അവിടുന്ന് ഇങ്ങോട്ടാണ് വന്നതെന്ന്. ഇവിടുന്ന് അങ്ങോട്ട് പോയൊരു വാക്ക്
നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഉള്ള രീതിയിൽ ആൾക്കാർ അങ്ങ് വെച്ചലക്കുവാണ്. നമുക്ക് ഓണർഷിപ്പ് ഉള്ള ഒരു വാക്ക്, ഇവിടുന്ന് അങ്ങോട്ട് പോയൊരു വാക്കിനെ ഇന്ന് ആൾക്കാർ ഭയങ്കര അഭിമാനത്തോടെയാണ് പറയുന്നത് സംസ്കൃതത്തിൽ നിന്നാണ് കളരി എന്ന വാക്ക് നമുക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഇത് ബേസിക്കലി ഒന്നെങ്കിൽ അതൊരു ഇഗ്നോറൻസ് ആയിരിക്കും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റോറീസ് ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ അതൊരു പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം സംസ്കൃതത്തിൽ നിന്നാണ് എന്തെങ്കിലും കാര്യം വന്നതെന്ന് പറയുന്നത് വളരെ അഭിമാനത്തോട് അല്ലെങ്കിൽ ഒരു ആഢ്യ ഭാവത്തോടു കൂടിയാണ് മലയാളികൾ കാണുന്നത്. അപ്പോൾ ഇതിന് പല കാര്യങ്ങൾ കാണും. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നതിലുമുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കളരിയെ സംസ്കൃതമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക, സംസ്കൃതത്തിലൂടെ വേദങ്ങളും ധനുർവേദമായിട്ടൊക്കെ കണക്ട് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്ത് 3000-5000 വർഷത്തെ പഴക്കമൊക്കെ കാണിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു ബെനിഫിറ്റ് ആണ് മെയിനായിട്ട് ഇതിൽ നിന്നുണ്ടാകുന്നത്. അല്ലാതെ അവിടെ ഒരു ചരിത്ര വസ്തുത എന്നൊരു കാര്യമേ ഇല്ല അവിടെ. അപ്പം ഇങ്ങനെ ഒരു സംസ്കൃതവും ഒരു ധനുർവേദമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ കളരി പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള അവിടെ ഒരു അപ്പീൽ ഉണ്ടായിരിക്കാം. ഇപ്പോൾ കളരിയിൽ ധനുർവേദമായിട്ടൊക്കെ ബന്ധപ്പെട്ട ടെർമിനോളജിയും അല്ലെങ്കിൽ ചില നിയമങ്ങളും പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ കളരിയിൽ ഒരു വേദിക് ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് ആരും പറയുന്നില്ല. കേരളത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ദ്രാവിഡ സംസ്കാരത്തിൻ്റെയും ഇൻഡോ ആര്യൻ വൈദിക സംസ്കാരത്തിൻ്റെയും സെമിറ്റിക് സംസ്കാരത്തിൻ്റെ ഇതിൻ്റെ എല്ലാം ഒരു മിക്സാണ് നമ്മൾ. അപ്പം കളരിയിലും അതുപോലെ തന്നെ ഒരു മിക്സാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ധനുർവേദം എന്ന് പറയുമ്പോഴത്തേക്ക് ശുദ്ധമായ ഒരു വേദിക് കാലഘട്ടത്തിലേക്കും നമുക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു ഫാലസിയാണ്. ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലെക്സ് ആണ്. നമുക്കിങ്ങനെ ഇത് കളരിപ്പയറ്റ് ശുദ്ധമായ വേദ കാലഘട്ടത്തിൽ നിന്ന് വന്ന സാധനം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ വീഡിയോ പലരുടെയും വിശ്വാസങ്ങളെയൊക്കെ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ ഒരു നല്ലൊരു ചർച്ചയൊക്കെ ഉണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.